നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 50ലേക്കും ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണന്റെ ഓരോ അമാനുഷ വീര പരാക്രമങ്ങളെ കാണുമ്പോഴും ഗോപന്മാർ ആശ്ചര്യസ്തബ്ധരാകും. അവർക്ക് കൃഷ്ണന്റെ സർവേശ്വരത്വത്തെ അറിയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഗോവർദ്ധനോദ്ധാരണവും കൂടി കണ്ടപ്പോൾ അവർക്ക് കൃഷ്ണതത്വം അറിയുവാനുള്ള ജിജ്ഞാസ വർദ്ധിച്ചു. അവർ നന്ദഗോപരോട് പറഞ്ഞു, ഹേ വ്രജനാഥ, ഈ കുട്ടി ഓരോ സമയങ്ങളിൽ ചെയ്യുന്ന അതിമാനുഷ കൃത്യങ്ങൾ ഞങ്ങൾക്ക് അത്യാശ്ചര്യത്തെ ജനിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ ഒന്നും കാണാത്ത അപ്രാകൃത മഹിമയുടെ ആവാസസ്ഥാനമായ ഇവൻ കേവലം പ്രാകൃത ഗോപന്മാരായ നമ്മുടെ ഇടയിൽ എങ്ങനെ ജനിച്ചു? ഇവന്റെ മഹത് വൈഭവത്തിന് ഗ്രാമ്യമായ ഇവിടെയുള്ള ജനനം അനുചിതമല്ലേ? ഈ 7 വയസ്സിനിടയ്ക്ക് ഇവൻ എന്തെല്ലാം ആശ്ചര്യകർമ്മങ്ങളാണിവിടെ ചെയ്തത്. കൺമിഴിക്കാത്ത ഇളം പ്രായത്തിൽ മഹാഘോരയായ പൂതനയുടെ പഞ്ചപ്രാണങ്ങളെയും സ്തനത്തിൽ കൂടി വലിച്ചെടുത്തു. 3 മാസമാകുന്നതിനു മുൻപ് കരഞ്ഞുകിടന്ന ഇവന്റെ പാദപ്രഹരമേറ്റ് ഒരു വണ്ടി തവിടുപൊടിയായി. 1-ാം വയസ്സിൽ ഇവനെ ആകാശത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോയ തൃണാവർത്തൻ എന്ന അസുരനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഒരിക്കൽ മാതാവിനാൽ ഉരലിൽ ബന്ധിക്കപ്പെട്ട് കയ്യും മുട്ടും കുത്തി നടന്ന് 2 അർജുന മരങ്ങളുടെ ഇടയിൽ കൂടി ഇഴഞ്ഞ് അവയെ വീഴ്ത്തി. വത്സങ്ങളെ മേച്ചു നടന്നപ്പോൾ വത്സരൂപത്തിൽ വന്ന അസുരനെ ലീലയായി വധിച്ചിട്ട് അവനെ കൊണ്ടെറിഞ്ഞ് കപിത്തഫലങ്ങളെ വീഴ്ത്തി. ഇവനെ കൊല്ലാൻ വന്ന ബകാസുരന്റെ കൊക്കിനെ ബലമായി പിടിച്ചു പിളർന്ന് അവനെ കൊന്നെറിഞ്ഞു. ബലരാമനും ഇവനും ചേർന്ന് ധേനുകാസുരനെയും സംഘത്തെയും കൊന്നിട്ട് പഴുത്ത പഴങ്ങളോടുകൂടിയ താലവനത്തെ മനുഷ്യർക്ക് പ്രവേശയോഗ്യമാക്കി തീർത്തു. ക്രൂരനായ പ്രലംബനെ ബലരാമനെ കൊണ്ട് വധിപ്പിച്ചു. വ്രജത്തിലെ ഗോപബാലന്മാരെയും വത്സങ്ങളെയും മാരകമായ കാട്ടുതീയിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷിച്ചു. ക്രൂര വിഷജന്തുവായ കാളിയനെ നിർവീര്യനാക്കി കാളിന്തിയിൽ നിന്നും ബലാത്കാരമായി ഓടിച്ച് യമുനാജലത്തെ വിഷബാധയില്ലാതെ ശുദ്ധമാക്കി ചെയ്തു. ഇതാ ഇപ്പോൾ 7 വയസ്സു മാത്രം പ്രായമായ ഇവൻ ഒറ്റക്കൈകൊണ്ട് ബൃഹത്തായ ഒരു പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് 7 ദിവസം മുഴുവൻ താങ്ങി നിന്നു. അതും മദയാന താമരപ്പൂവിനെ തുമ്പിക്കൈയിൽ ധരിക്കുന്നത് പോലെ ലീലയായിട്ട്. ഈ വക കൃത്യങ്ങളെല്ലാം ഒരു ബാലൻ ചെയ്യുന്നത് അമാനുഷവും അത്യദ്ഭുതവുമായി തോന്നുന്നു. 7 വയസ്സായ ബാലൻ എവിടെ? മഹത്തായ ഗോവർദ്ധന പർവ്വത ധാരണം എവിടെ? മാത്രമല്ല, അങ്ങയുടെ ഈ പുത്രൻ വ്രജവാസികളായ ഞങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായി ഭവിച്ചിരിക്കുന്നു. ഇവന് ഞങ്ങളിലും അതുപോലെ പരമപ്രേമം ജന്മനാ സ്വാഭാവികമായി കാണുന്നു. ഞങ്ങൾക്ക് സ്വന്തം സന്താനങ്ങളിലോ മറ്റു ബാലന്മാരിലോ ഇത്രത്തോളം വാത്സല്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനാൽ ഇവൻ സാധാരണ മനുഷ്യനാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അങ്ങ് ഈ സംശയം തീർത്തു തരുമെങ്കിൽ പറഞ്ഞാലും. ശ്രീകൃഷ്ണന്റെ അതിമാനുഷ പ്രഭാവങ്ങളുടെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് വ്രജവാസികൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. എന്നിട്ടും ശ്രീകൃഷ്ണൻ സർവേശ്വരനാണെന്നുള്ള വിശ്വാസം ദൃഢമായി ഉണ്ടായില്ലെങ്കിൽ ശ്രീ ഭഗവാന്റെ ജഗന്മോഹിനിയായ മായാവൈഭവത്തെ ഊഹിച്ചു കൊള്ളുകയേ വേണ്ടൂ. ഗോപന്മാരോട് നന്ദഗോപൻ പറഞ്ഞു, മുൻപൊരിക്കൽ മഹാത്മാവായ ഗർഗമഹർഷി ഇവനെക്കുറിച്ച് ചിലതെല്ലാം എന്നോട് പറഞ്ഞു. അത് കേട്ടാൽ നിങ്ങളുടെ സംശയം തീരും. മഹർഷി അന്ന് പറഞ്ഞു, ഹേ വ്രജനാഥ, ഇവൻ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നു. പൂർവയുഗങ്ങളിൽ വെളുപ്പ്, ചുമപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിൽ അവതരിച്ച ഇവൻ ഇപ്പോൾ കൃഷ്ണവർണ്ണനാണ്. ഇവൻ മുൻപൊരിക്കൽ വസുദേവപുത്രനായും ജനിച്ചിട്ടുണ്ട്. അതിനാൽ അറിവുള്ളവർ ഇവനെ വാസുദേവനെന്നും വിളിക്കുന്നു. കൂടാതെ ഗുണകർമ്മങ്ങൾക്കനുസൃതമായി ഇവന് അനേകം നാമങ്ങളും രൂപങ്ങളുമുണ്ട്. അവയെല്ലാം സാധാരണക്കാർക്കറിയാൻ സാധ്യമല്ല. ഇവൻ നിങ്ങൾക്ക് പരമശ്രേയസ്സുണ്ടാക്കും. തുടർച്ച അടുത്ത പങ്ക്തിയിൽ.